ഇടതുപക്ഷത്തിനെ അട്ടിമറിച്ചതിന് ശേഷം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദം SDPI പ്രവർത്തകരോടൊപ്പം കേക്ക് മുറിച്ച് SDPI സ്ഥാനാർത്ഥിയുടെ വായിലേക്ക് മധുരം വെച്ചു കൊടുത്തു. ലീഗ് വർഗീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നതിൻ്റെ നേർസാക്ഷ്യമായിട്ടുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കണിയാപുരം ഡിവിഷൻ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. ഈ സിറ്റിംഗ് വാർഡ് അട്ടിമറിക്കാനാണ് ലീഗും SDPIയും PDPയും ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയത്. കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP ബാന്ധവമാണെങ്കിൽ ഇപ്പുറത്ത് ലീഗ് SDPI ജമാഅത്ത് ഇസ്ലാമി PDP ബാന്ധവം. എന്താണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം? ഒരിടത്ത് ന്യൂനപക്ഷ വർഗീയത, മറ്റൊരിടത്ത് ഭൂരിപക്ഷ വർഗീയത. രണ്ടിടത്തും കുളം കലക്കിയാണ് മീൻ പിടിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യം. ഇതാ ഈ ചരിത്രപരമുള്ള പല മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കൂ. നിങ്ങൾ നൽകിയ അംഗീകാരത്തിന്, നിങ്ങൾ നൽകിയ ഈ നാടിന്റെ മകൻ, നിങ്ങളുടെ പുത്രൻ, നിങ്ങളുടെ ആ സന്തോഷത്തിൽ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുന്നത് എൻ്റെ പള്ളി നടയിലെ പ്രിയങ്കരായ എൻ്റെ നാട്ടുകാർ, എൻ്റെ പാർട്ടി പ്രവർത്തകർ, അതുപോലെ ഏറെ പ്രിയങ്കരായ എൻ്റെ ബുഹാരി സാഹിബ്, അതുപോലെ എൻ്റെ അടുത്ത ഷിയാസ്, അതുപോലെ ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് പറയാൻ അസീം, അങ്ങനെയുള്ള ഒരുപാട് പേർ, റിയാസ് അടക്കമുള്ള ഒരുപാട് പേർ എന്നെ സഹായിച്ചു. ഒരുപാട് പേർക്ക് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു എനിക്ക് പണി നിർദ്ദേശിച്ചത്. കണിയാപുരം ഡിവിഷനിൽ വിജയിച്ച ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹാണി ജസീമിന് വാക്യകത്തേക്ക് കേക്ക് വെച്ചു കൊടുക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാം? ആ ഫോട്ടോയിൽ കാണുന്നത് ഇതേ വാർഡിൽ വിജയിച്ച SDPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റിയാസ് ഉബൈദാണ്. ആലോചിക്കണം, ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കേക്ക് റെഡിയാക്കിയത് SDPI സ്ഥാനാർത്ഥി, അത് മുറിച്ച് ഈ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി SDPI കാരനിൽ നിന്ന് മധുരം വാങ്ങുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പുറത്ത് സംഘപരിവാറുകാർ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹിന്ദു കൺസോൾട്ടേഷന് ഈ നാട്ടിൽ കളമൊരുക്കിയാൽ അവരെ കുറ്റം പറയാൻ പറ്റും. അതായത് നമുക്കാകാം, നമ്മൾ ചെയ്യുന്നത് മതേതരത്വവും അവർ ചെയ്യുന്നത് വർഗീയതയുമായി മാറുന്നത് എങ്ങനെയാണ്? എന്തായാലും ഈ കണിയാപുരം ഡിവിഷനിലെ കണക്കുകൾ കൂടി നിങ്ങൾ അറിയണം. 2 പഞ്ചായത്തുകൾ ചേർന്നതാണ് കണിയാപുരം ഡിവിഷൻ. അത് അണ്ടൂർക്കോണം പഞ്ചായത്തും കഠിനംകുളം പഞ്ചായത്തും. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് വാർഡാണ്. ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് അഡ്വക്കേറ്റ് M റാഫിയാണ്. റാഫിയുടെ വിജയം അട്ടിമറിച്ചത് ഇക്കുറി ഈ കേക്ക് മുറിച്ച 2 വാർഡുകളാണ്. അത് കഠിനംകുളം പഞ്ചായത്തിലാണ്. SDPIയും PDPയും വിജയിച്ച 2 വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥി വാർഡിൽ മത്സരിച്ചപ്പോൾ അവിടെ പിന്നാക്കം പോയി, കച്ചിയിൽ തൊട്ടില്ല. അതേ വാർഡുകളിൽ ജില്ലാ ഡിവിഷനിൽ മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥിക്ക് N ബ്ലോക്കായിട്ട് വോട്ട് കിട്ടിയിരിക്കുകയാണ്. അതായത് 4ാം വാർഡായിട്ടുള്ള ചാന്നാങ്കരയും ഒപ്പം തന്നെ 5ാം വാർഡായിട്ടുള്ള അണക്കപ്പിള്ള പാലവും. ഈ 2 വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 190 വോട്ട് നേടി പിന്നാക്കം പോയിടത്ത് എങ്ങനെയാണ് ചാന്നാങ്കരയിൽ PDP ജയിച്ച വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 349 വോട്ടിന്റെ ലീഡ്? അതോടൊപ്പം തന്നെ അണക്കപ്പിള്ള പാലം, അവിടെ ലീഗ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്, വിജയിച്ചത് SDPI ആണ്. ഈ വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി കിട്ടിയത്, വാർഡിൽ തോറ്റ് തൊപ്പിയിട്ടു, എന്നാൽ ജില്ലാ ഡിവിഷനിൽ മത്സരിച്ച മഹാണി നിസാമിന് കിട്ടിയത് 510 വോട്ടിന്റെ ലീഡ്. ഈ 2 വാർഡിൽ നിന്ന് കിട്ടിയ ലീഡാണ് മഹാണി ജസീമിന് 840 വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർഗീയത കളിച്ചോ ഇല്ലയോ? ഈ നാട്ടിൽ UDF മതേതരത്വം എന്ന് പറയുമ്പോൾ അവർ ഒളിച്ചു കടത്തുന്ന വർഗീയത എന്താണെന്ന് ആ കേക്ക് മുറിക്കലിൽ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡിവിഷൻ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ SDPI, PDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി സകലമാന വർഗീയ വിഷയങ്ങളെയും ഒപ്പം നിർത്തിയതിനോടൊപ്പം തന്നെ അപരനെ കൂടി പ്രതിഷ്ഠിച്ചു. നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന AM റാഫി എന്ന വ്യക്തിയെ അപരനായിട്ട് മത്സരിപ്പിച്ചു. അയാളും പിടിച്ചു 627 വോട്ട്. അങ്ങനെ ഇവർ 2 പേരും ചേർന്ന് 1000-ൽ പരം വോട്ട് പിടിച്ചപ്പോഴാണ്
സിറ്റിംഗ് വാർഡിൽ 840 വോട്ടിന് റാഫിക്ക് തോൽക്കേണ്ടി വന്നത്. വിജയിച്ചതിന് ശേഷമാണ് ദേ ഈ കാണുന്ന വിജയാഹ്ലാദം അരങ്ങേറിയത്. എന്താ മതേതരത്വം നോക്കിയേ. SDPI-കാരനെ പരസ്യമായിട്ട് നടുറോഡിൽ നിർത്തി കേക്ക് കൊടുക്കുകയും കേക്ക് മുറിച്ച് PDP-ക്കാർ ഉൾപ്പെടെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ലീഗ് വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞോ ഇല്ലയോ? അപ്പുറത്ത് സംഘപരിവാറുകാർ ഹിന്ദു ഏകീകരണത്തിന് ശ്രമിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ എന്താണ് ഈ നാടിന് കൊടുക്കുന്ന സന്ദേശം? കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഒരു വിഭാഗത്തിനാകാം, മറ്റൊരു വിഭാഗം ചെയ്താൽ വർഗീയത എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയിക്കേണ്ടത് വർഗീയ വിഷങ്ങളെ കൂട്ടുപിടിച്ചല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് എങ്ങനെയാണ് ഇടതുപക്ഷ ഭരണത്തെ സംഘപരിവാർ അട്ടിമറിച്ചത്, അതുപോലെയാണ് ചില വാർഡുകളിൽ ചില ഡിവിഷനുകളിലെല്ലാം ലീഗുകാർക്ക് വിജയിക്കാൻ വേണ്ടി SDPI-കാരെയും ഒപ്പം തന്നെ PDP ജമാഅത്ത് ഇസ്ലാമിക്കാരെയും എല്ലാം കൺസോൾട്ട് ചെയ്തുകൊണ്ട് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ സകലമാന വർഗീയ വിഷപ്പാമ്പുകളെയും ഒപ്പം നിർത്തിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഇവർ ആയുധങ്ങൾ കോപ്പ് കൂട്ടുന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന ദൃശ്യമാണ്. അതാണല്ലോ പരസ്യമായിട്ട് ഇങ്ങനെ കേക്ക് മുറിച്ച് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം വെറും മണ്ടന്മാരാക്കി ലീഗിന് SDPI-യോടും ജമാഅത്ത് ഇസ്ലാമിയോടും ആശയങ്ങളോട് യോജിക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി പറഞ്ഞതിന് ശേഷം അവരുടെ കേക്ക് മുറിച്ച് ലീഗ് സ്ഥാനാർത്ഥിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്.